കർണാടകയിൽ വൻ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് തോന്നുന്നു. കാരണം 10 MLA-മാര് ഹൈക്കമാൻഡിനെ കാണാനായിട്ട് പുറപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ DK മുഖ്യമന്ത്രി ആക്കണമെന്നുള്ളതാണല്ലോ ആവശ്യം. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധരാമയ്യ അവിടെ നിന്ന് മാറേണ്ടി വരുമോ? എന്ത് സംഭവിക്കും അവിടെ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന് ആകെയുള്ള 3 സ്റ്റേറ്റുകളിൽ ഒന്ന് കർണാടക. ഈ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് വടംവലി എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതാണ് സംശയം. പക്ഷേ ഇവിടുത്തെ പ്രശ്നമുണ്ട്, DK ശിവകുമാറിന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒരു ക്ലെയിം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇപ്പം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ഗാദി ഘട്ടത്തിൽ തന്നെ സിദ്ധരാമയ്യരോട് പറഞ്ഞത് ഒരു പകുതി ടൈം സിദ്ധരാമയ്യ ആയിക്കോ, ബാക്കി ഞാൻ ആകാമെന്ന് പറഞ്ഞു. ഈ DK ശിവകുമാറിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കർണാടകയിലെ ഈ ഫണ്ട് റേസ് ചെയ്യുന്ന ആൾ DK ശിവകുമാറാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കർണാടകയിൽ നിലനിൽക്കണമെങ്കിൽ എന്തിന് ദേശീയ തലത്തിൽ പാർട്ടിയെ നിലനിർത്തുന്ന പോലും DK ശിവകുമാറാണ്. അത്രയും വലിയ പിരിവുകാരനാണെന്ന് പറയാം. പക്ഷെ അയാള് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ജനകീയനുമാണ്. അങ്ങനെ ജനകീയനായ ഒരാള് സിദ്ധരാമയ്യക്ക് ഇനിയൊരു അവസരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചൊന്ന് മാറിക്കൊടുത്ത അന്ന് ഒരുപക്ഷെ DK ശിവകുമാർ വലിയ മസിൽ പിടിക്കുകയോ ഒരു തർക്കത്തിലേക്ക് പോവുകയോ ചെയ്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റുമായിരുന്നു. പക്ഷെ കോൺഗ്രസിൽ അന്ന് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അന്ന് DK ശിവകുമാർ തയ്യാറായെങ്കിൽ ഇന്ന് സ്വാഭാവികമായിട്ടും സിദ്ധരാമയ്യ ഒന്ന് മാറിക്കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ഇത് എൻ്റെ അവസാനത്തെ ടൈമാണ്, ഇനി ഞാൻ മത്സരിക്കാൻ പോലും ഇല്ല എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുക്കും. അതുകൊണ്ടാണ് 10 MLA-മാർ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണാനായിട്ട് പോകുന്നത്. ഹൈക്കമാൻഡിനെ കാണാൻ പോകുമ്പോൾ ഹൈക്കമാൻഡിന് ഒരു കാരണവശാലും DK ശിവകുമാറിനെ തള്ളി പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് കഴിയാത്ത അത്ര വലിയ ബന്ധങ്ങൾ DK ശിവകുമാറിന് ദേശീയ തലത്തിൽ ഉൾപ്പെടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി കർണാടകത്തിലെ ഈ പറയുന്ന ഖനി മുതലാളിമാരുടെ ഉൾപ്പെടെ ഉള്ളിടത്തുനിന്ന് ഫണ്ട് പിരിക്കാൻ കഴിയുന്നത് DK ശിവകുമാറിനാണ്. അയാളൊരു നല്ല വിശ്വാസിയും കൂടെയാണ്. അത്രയും വിശ്വാസമുള്ള ഒരാളെ പിണക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു മറുകണ്ഠം ചാടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം BJP എപ്പോഴും കാണിക്കുന്ന അത്തരം ചില രാഷ്ട്രീയ നയതന്ത്രമാണ്. അത്തരത്തിലുള്ള നയങ്ങൾ കാണിക്കാൻ BJPക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ DK ശിവകുമാറിനെ വളരെ ഫ്ലെക്സിബിളായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ ഈ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നീക്കത്തെ നമ്മൾ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കർണാടക കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ, സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ അവിടെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഈ MLA-മാർ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അവർ കൂറുമാറിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ കമലയുടെ സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത്. BJP അവിടെ സദാ ജാഗരൂകമായ ചക്ഷുസുകളോടുകൂടി തന്നെ അവിടെ ഉണ്ട്. അപ്പം എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത് അദ്ദേഹം ഒരു ഫണ്ട് റേസർ എന്നതിനപ്പുറം സ്വയം ഒരു കോടീശ്വരനും കൂടിയാണ്. വലിയ ആസ്തികളുള്ള അസറ്റ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു ട്രബിൾ ഷൂട്ടർ കൂടിയാണ്. കോൺഗ്രസ് എപ്പോഴും ഒരു പ്രതിസന്ധിയിൽ പെടുന്നു, അവിടെ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഒരു അനുരഞ്ജനത്തിലേക്ക് വരാൻ നല്ല സാമർഥ്യമുള്ള ഒരു നേതാവാണ്. ഇതിനും അപ്പുറം താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ആ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കോൺഗ്രസിനുള്ളിൽ തന്നെ, കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ആൾ, ഒരു ബാലൻസിങ് ഫോഴ്സാണ്. മറുവശത്ത് സിദ്ധരാമയ്യ എന്ന് പറഞ്ഞാൽ ദളിതുകളുടെ പിന്തുണ, അതോടൊപ്പം തന്നെ മൈനോറിറ്റീസിൻ്റെ പിന്തുണ. നോക്കൂ, ഈ പ്രാവശ്യത്തെ ദസറ ഉത്സവം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ തിരഞ്ഞെടുത്തത് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയ ആളെ തന്നെയാണ്, കർണാടകത്തിൽ തന്നെയുള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷ സമുദായം. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ മതേതരത്വം എന്നതിനപ്പുറം ഒരു പ്രീണനത്തിൻ്റെതായിട്ടുള്ളൊരു തന്ത്രങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അവിടുത്തെ ന്യൂനപക്ഷ ബേസ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ്. അപ്പോൾ നോക്ക്, കോൺഗ്രസിനകത്ത് തന്നെ 2 ബാലൻസിങ് ഫോഴ്സാണ്. ഒന്ന് മൈനോറിറ്റീസിനെയും അതുപോലെ ദളിതരെയും കൂടെ കൂട്ടുന്ന സിദ്ധരാമയ്യ, രണ്ടാമത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ മുഖമുള്ള, അതുപോലെ തന്നെ പണം, ഏത് പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവരുടെ അധികാരം നിലനിർത്താൻ പണം ഇന്ന് ആവശ്യമാണ്. അത് രണ്ടും ഉള്ള അസറ്റ്സ് ഉള്ള DK ശിവകുമാർ. നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്ന്, ഈ DK ശിവകുമാർ കോയമ്പത്തൂരിലെ ജഗ്ഗി വാസുദേവിൻ്റെ അത് ശിവരാത്രി സമയത്താണെന്ന് തോന്നുന്നു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ തൊട്ടടുത്തിരുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. അതുപോലെ തന്നെ ഈ അവിടെ നടന്ന നമ്മുടെ കുംഭമേളയുണ്ടല്ലോ, കർണാടകത്തിലും കേരളത്തിലുമുള്ള കോൺഗ്രസ്സുകാരൊക്കെ അതിനെ എതിർത്തും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുത്ത് കുടുംബസമേതം പങ്കെടുത്ത് മുങ്ങിക്കുളിച്ച് തിരിച്ചു വന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ആ ഹിന്ദുത്വ മന്ത്രം കർണാടകത്തിൽ നല്ലപോലെ ഫലിക്കുന്ന ഒന്നാണ്. തമിഴ്നാട്ടിൽ എന്ന പോലെ മുക്കിന് ദേവാലയങ്ങളും വിഗ്രഹങ്ങളും
ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്ന് മാത്രമല്ല അതിനപ്പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, സർക്കാർ ഓഫീസുകളിൽ പോലും രാവിലെ വന്നിട്ട് തിരി കത്തിക്കുകയും വിളക്ക് കത്തിക്കുകയും ആരതി ഒഴുകുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദാർഢ്യം ഭയങ്കരമാണ്. മതാതീതമായിട്ടുള്ളതാണ്, വർഗീയതയൊന്നുമില്ലതിൽ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മേഖലയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ആളും കൂടിയാണ് DK ശിവകുമാർ. ഇപ്പം ഇത് പ്രസക്തമാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, അന്ന് നേരത്തെ ലിഖിതമായിട്ടല്ലെങ്കിലും അലിഖിതമായിട്ട് പറഞ്ഞതുപോലെ 2.5 വർഷം അധികാരത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു സിദ്ധരാമയ്യ. അപ്പോൾ ഇനി മാറണമെന്നാണ്. അതേസമയം സിദ്ധരാമയ്യ ഈ കസേരയിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് അമർന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അവസാനത്തെ ഊഴമാണ്, ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്നൊരു കടുംപിടുത്തത്തില്ല. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, വക്കലിക സമുദായത്തിൽപ്പെട്ട ശിവകുമാർ ഇടയ്ക്ക് ഒരു ആത്മീയമായ കളി, വർഗീയമെന്ന് ഞാൻ പറയത്തില്ല, കളി കളിക്കുകയും ചെയ്തു. വക്കലിക സമുദായത്തിലെ ഒരു സന്യാസിയെ കൊണ്ട് സിദ്ധരാമയ്യ മാറിക്കൊടുക്കണം, ഇനി DK ശിവകുമാറിന് ഊഴം കൊടുക്കണം എന്ന് പറയിപ്പിക്കുകയും ചെയ്തു. ഏറെ നാൾ മുമ്പാണത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ അജണ്ട. ഇനി 3 സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഈ ദക്ഷിണേന്ത്യയിൽ അവർക്ക് ദക്ഷിണ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം കർണാടകയാണ്. ഈ കർണാടകയിൽ തമ്മിലടിച്ച് ഈ അവസരം കളഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ മുതലെടുക്കാൻ BJPക്ക് സാധിക്കും. സദാനന്ദ ഗൗഡയെ പോലെയൊക്കെയുള്ള ആളുകൾ പയറ്റി തെളിഞ്ഞ മേഖല കൂടിയാണ്. മാത്രമല്ല DK ശിവകുമാർ വലിയ വിശ്വാസമാണ്. കേരളത്തിലെ കാസർഗോഡ് അടക്കമുള്ള നിരവധി ക്ഷേത്രങ്ങൾ വന്ന് ദർശനം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ BJPക്ക് ചാക്കിട്ട് പിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. മാത്രമല്ല ഈ ജഗ്ഗി വാസുദേവന്റെ പരിപാടിയിൽ അമിത്ഷായുമായിട്ട് ഏറെ നേരം അടുത്തിരിക്കുന്നതിന്റെ സംസാരിക്കുന്നതിലേക്ക് കഥയും കൂടെ പറയാം. DK ശിവകുമാറിനെതിരെ ആരോ ഇവിടെ ശത്രു സംഹാര പൂജ നടത്തിയെന്നൊരു ആരോപണം. അത്ര വലിയൊരു വിശ്വാസിയാണ്, ഒരു അന്ധവിശ്വാസത്തോളം എത്തുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തി. അങ്ങനെയൊക്കെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു സാമർത്ഥ്യമൊക്കെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഒരു അവസരങ്ങളാണ് ഇതൊക്കെ തന്നെ കളഞ്ഞു കുളിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളും ഈ കോൺഗ്രസിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഉപജാപ വൃന്ദങ്ങളുടെ കയ്യിലാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക്. ആരാണ് ശരിക്കുള്ള നേതാവ്? ഇനി അറ്റ്ലീസ്റ്റ് ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് കാർഗെ രംഗത്തിറക്കുമോ? അപ്പൊ കാർഗെ രംഗത്തിറങ്ങിയാൽ പ്രിയങ്ക കാർഗെയും അവിടെ മന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് മകന് വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞിട്ട് ഈ കാർഗെ നേരിട്ടൊരു ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. പിന്നെ എന്താ സംഭവിക്കുക? അവിടെ കൂടെ അടിച്ചു പിടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്കുള്ള വഴി കുറച്ചുകൂടെ തെളിഞ്ഞു കിട്ടുകയാണ്. അതെ, ഇപ്പൊ ഒരു catch 22 സിറ്റുവേഷൻ ആണെന്ന് പറയാം. 2 വിധത്തിലുള്ള ഇപ്പൊ സിദ്ധരാമയ്യ ആക്കി കഴിഞ്ഞാൽ DK ശിവകുമാറിന്റെ MLA-മാർ 2.5 വർഷം കഴിഞ്ഞ് അവർ ക്ഷമിക്കില്ല. ഇനി പിന്നെ DK ശിവകുമാറിനെ ആക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധരാമയ്യ പിന്തുണയ്ക്കുന്നവരാണ്, അവരെ പിന്തുണയ്ക്കുന്ന MLA-മാർ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ വരാൻ സാധ്യതയുള്ള ഞാൻ ഊഹിക്കുന്നത് കേന്ദ്രം ഒരു നിരീക്ഷകനെ അയക്കും. ഓരോ MLA-മാരെയും ഇങ്ങനെ രഹസ്യമായിട്ട് ഇൻ ക്യാമറ അകത്ത് വെച്ച് ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ ആരുടെ പക്ഷമാണെന്ന് ചോദിക്കും, ലിസ്റ്റ് എടുക്കും. അതിൽ ഭൂരിപക്ഷം ആർക്കാന്ന് വെച്ചാൽ അവർക്ക് ഊഴം കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണഗതി ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിൽ. പക്ഷേ ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന റിസോർട്ട് രാഷ്ട്രീയം വളരെയധികം ഫലപ്രദമായ ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കളി കളിച്ചാൽ ഈ സിദ്ധരാമയ്യോ DK ശിവകുമാറോ മറിച്ചൊരു കളി കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, അപകടകരമാണ്. ഓപ്പറേഷൻ കമലയുടെ സ്ഥലമാണത്. അപ്പോൾ എന്തും സംഭവിക്കാനൊരു സാധ്യതയും BJP അമിത്ഷാ കേന്ദ്രത്തിൽ ഇരുന്നിപ്പോൾ ചരടുകൾ വലിക്കാൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഡൽഹിയിലിരുന്നുകൊണ്ട് അത് വലിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.